ഹലോ വെൽക്കം ബാക്ക്. ഐഷാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഞാനും ഇക്കായും അലാം കേട്ടിട്ട് എഴുന്നേറ്റ് ആ ഒരു സമയത്ത് തന്നെ ഹേസുട്ടനും കൂടെ എഴുന്നേറ്റിട്ടുണ്ട്. ഇക്ക ഇറങ്ങുന്ന ആ ഒരു നേരമൊക്കെ ആയ സമയത്ത് ഇക്കയുടെ പുറകേ തന്നെ ആയിരുന്നു. പോകാനായിട്ട് വിടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നും ലേറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ദോശയും തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഹേസോട്ട് എഴുന്നേറ്റത് കൊണ്ട് പ്ലാൻ എ അങ്ങ് പാളിപ്പോയി. അതുകൊണ്ട് പ്ലാൻ ബി ആക്കി ഇഡ്ഡലി പൊടി വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കഥ ഇറങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ബാഗ് എടുക്കുന്ന സമയത്തും ക്യാപ്പ് എടുക്കുന്ന സമയത്തും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓരോ സമയത്തും എടുത്ത് സമാധാനിപ്പിച്ച് നിന്ന സമയത്ത് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ ഇന്ന്. അങ്ങനെ പോകാൻ നേരത്ത് നല്ലൊരു കരച്ചിലൊക്കെ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കീ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ കുറച്ച് നാൾ ഹാപ്പിയായി. ടി വി ഒക്കെ കണ്ടു നിന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുറുക്ക് കാച്ചിയെ. ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരും. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കൂടെ തന്നെ വരെ. ഇപ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ ഏത് സമയവും ഫ്രിഡ്ജ് ഒന്ന് തുറക്കുക. അതുകൊണ്ട് ഞാൻ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. രാവിലത്തെ ആ ഒരു ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ കുറച്ച് നേരം തുറന്നൊക്കെ ഇട്ട് അവർ ലേസിയിൽ നോക്കി നിൽക്കുന്നത് പോലെ കുറച്ച് നേരം ആ തണുപ്പൊക്കെ കൊള്ളുകയും അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെടുത്ത് പുറത്തിടുകയൊക്കെ ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പണി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹേസുട്ടനും കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഡയപ്പർ ഫ്രീ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ്റെ മാറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ടോയ്സൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കയറാൻ നേരത്ത് എൻ്റെ പുറകെ വന്നു. അങ്ങനെ ഒരു മാങ്ങ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുത്തേ. മാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു മാങ്ങയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല പീസും വേറെ വേറെ ടേസ്റ്റ് പോലെ ഓരോന്നും കടിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു പീസ് എടുക്കും. എന്നിട്ട് അതും കടിച്ചിട്ട് കുറച്ചൊന്ന് കടിച്ചു വയ്ക്കും. അതിനുശേഷം അതും കളഞ്ഞിട്ട് അങ്ങ് പോവേ. അങ്ങനെ സ്നാക്ക് ടൈമൊക്കെ ആയ സമയത്ത് ഞാനൊരു മുട്ട കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ മാങ്ങ കഴിക്കാത്തത് കൊണ്ട്. അതിനുശേഷം കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനിന്ന് ചോറോ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചേ. ഇതും പണി തന്നെയാണ്. പക്ഷേ എല്ലാം എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തൈരും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തേ. സവാളയും തക്കാളിയും മാത്രം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം വെച്ച സമയത്ത് അഫ്ഗാനി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ ബിരിയാണിക്ക്. എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണേ. അപ്പോൾ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ താഴെ ഫുള്ള് എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് കരച്ചിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തു. വല്ലാത്തൊരു നിർബന്ധമായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാടെ ഫുള്ള് ഓണായിരുന്നു ഹേസുട്ട്. അങ്ങനെ കുക്കറിൽ പെട്ടെന്നൊരു ബിരിയാണി തട്ടിക്കൂട്ടിയേ. അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിന് മുന്നേ ഞാൻ കുക്കർ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അന്ന് നല്ല ഈസി ആയതുകൊണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ബിരിയാണിയാണ് കേട്ടോ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഹേസുട്ട് രാവിലെ അലമ്പായതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. രാവിലെ പ്രശ്നമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്ന ദിവസം എന്തെങ്കിലും ഈസി ആക്കാനുള്ള പണികൾ ഞാൻ നോക്കും. പക്ഷേ ഇത് ബിരിയാണി എന്നും ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു തോട്ട് പെട്ടെന്ന് വരത്തില്ല. തക്കാളിച്ചോറോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഉറങ്ങുക. ആ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോൾ എന്തായാലും ചിക്കൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഗീ ഒഴിച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് എടുത്ത് തട്ടി കൊടുക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരിയില്ലേ അതിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളം വെച്ച് കൊടുക്കുക. ഇപ്പോൾ നോർമലി നമ്മൾ വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇതിനാണെന്നുണ്ടെങ്കിൽ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1 കപ്പ് തന്നെ വെള്ളം മതിയാവേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറ് ഒരു വിസിൽ കൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഹേസുട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ പണിയൊക്കെ തീർന്നിട്ടും. അങ്ങനെ പെട്ടെന്ന് തന്നെ ബിരിയാണീൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇതിന് മുന്നേ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്കർ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഹേസുട്ടിൻ്റെ ഹെയർ കട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം ഗാർണിഷ് ചെയ്യാനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു തട്ടിക്കൂട്ടാണ്. അതിനുശേഷം ഞാനും ഹേസുട്ടനും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നേരത്തെ തന്നെ
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസുട്ടനെ കുളിപ്പിച്ചതിന് ശേഷം ഞാൻ തുണിയൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് മെഷീനിലിട്ടിരുന്ന തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അവന് വിരിക്കണം, അവനെടുക്കണം, ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഇപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ വാശി പിടിക്കും. അങ്ങനെ തുണിയൊക്കെ വിരിക്കാനായിട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വരും. എന്നിട്ട് എല്ലാ തുണികളും ബക്കറ്റിൽ നിന്ന് എടുത്ത് താഴെ ഇടും. ഇനി ഞാൻ വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സ്റ്റാൻഡിൽ കിടക്കുന്ന തുണികളെല്ലാം വാരി തറയിലിടുവേ. അതിനുശേഷം സ്റ്റാൻഡ് പിടിച്ച് താഴെ ഇടും. കാരണം സ്റ്റാൻഡ് വലിയ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് അവൻ പിടിച്ചാലങ്ങ് താഴെ പൊക്കോളും. എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മാറുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റാൻഡ് അങ്ങ് പിടിച്ച് താഴെ ഇടും. അങ്ങനെയുള്ള പരിപാടികളാണ് ഇപ്പോൾ എൻ്റെ കുട്ടിക്കുള്ളത്. അങ്ങനെ ഭയങ്കര അലമ്പായ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഹേസുട്ടൻ്റെ കൂടെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ടോയ്സൊക്കെ എടുത്ത് കൊടുത്തു. കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ചു. അതിന് ശേഷം ഞാൻ കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ചൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പൂച്ച ഉറക്കം. രാവിലെ എഴുന്നേറ്റത് കൊണ്ട് ചെറിയൊരു രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വലുതായിട്ട് ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടായിരിക്കാം ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആള് ഫുൾ ഓണായിരുന്നു. അതിന് ശേഷം ഞാൻ എഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ ഒന്ന് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിൽ ഫസ്റ്റ് ഡേ എന്നെ പണി പാളിപ്പോയി. കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു. ഒരു നേരം ആക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. വൈകിട്ട് എന്തായാലും എനിക്ക് ചായ മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തലവേദന എടുക്കും. അതുകൊണ്ട് നല്ല തലവേദന എടുത്തപ്പോൾ ഇക്ക വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഇക്ക വന്നതിന് ശേഷമായിരിക്കും ചായ ഇടുന്നത്. നല്ല മടിയുള്ളത് കാരണമാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്കിടാത്തത്. ഇക്ക വരുന്ന സമയത്ത് ഒരു 6 മണിയൊക്കെ ആവുമേ. 6-6:30 ആവുന്ന സമയത്താണ് ഇക്ക എത്തുന്നത്. പക്ഷേ ആ ഒരു ടൈമിലാണ് എപ്പോഴും ചായ ഇടുന്നുണ്ടാവുക. 4 മണിക്കൊക്കെ തോന്നിയാലും ഞാനങ്ങനെ ചായ ഇടാറില്ലേ. ചില ദിവസങ്ങളിൽ മാത്രം തലവേദന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചായ ഇട്ട് കുടിക്കും. അല്ലാതെ ഒക്കെ വരുന്ന സമയത്തായിരിക്കും ചായ ഇടുന്നത്. മെയിനായിട്ട് ഹേസുട്ടൻ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ കുറച്ച് നേരം ചായയൊക്കെ ഇട്ട് മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഹേസുട്ടൻ ചായ ഇടുന്ന സമയത്ത് കിച്ചണിൽ കയറിയപ്പോഴും ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്ത് കൊടുത്തു. നട്ട്സൊക്കെ എവിടെയൊക്കെ കൊണ്ടിട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി എല്ലാ റൂമും ഒന്ന് അടിച്ച് കാര്യമെങ്കിലേ പറ്റുള്ളൂ. എല്ലായിടത്തും കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. മാണിക്കക്കല്ല് മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പൃഥ്വിരാജിൻ്റെ മൂവിയിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു മാണിക്കക്കല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൂവി. അപ്പോൾ മൂവിയൊക്കെ കണ്ടിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ട സമയത്ത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അതിനുശേഷം ദേ നോക്കി എല്ലായിടവും വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഹേസുട്ടനെ ഉറക്കി. നല്ലൊരു ഉറക്കമാണ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് പോയി കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ചു വാരി പെട്ടെന്ന് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഹേസുട്ടൻ എഴുന്നേറ്റ് കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് രാത്രിയിലാണ് നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പകൽ അങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഉറങ്ങുന്നത് അത്രയും ഒരു പൂച്ച മയക്കമെന്ന് അറിയില്ല, അതുപോലെ ആയിരുന്നേ. ഞാനങ്ങനെ പെട്ടെന്ന് കുളിച്ചിട്ട് ഇറങ്ങി വന്നു. അതിനുശേഷം എഴുന്നേറ്റ് വന്ന സമയത്ത് കുറുക്കൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നിട്ട് പിന്നെ ഇക്കയുടെ കൂടെ തന്നെ ആയിരുന്നു. വീട്ടിലൊക്കെ വിളിച്ചു. എന്നിട്ട് ഹേസുട്ടനെ കുറുക്കൊക്കെ കാച്ചി ഇക്കാക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്ന് ഹേസുട്ടൻ ഉറങ്ങാത്തത് കൊണ്ട് എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഇടയ്ക്കൊക്കെ ടൈം കിട്ടിയ സമയത്ത് ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.